ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സൈ സ്റ്റഡി വ്ളോഗ്. എൻ്റെ അമ്മ വലിയൊരു തിരക്കാണ് ഇപ്പോൾ, വലിയൊരു എന്താ പറയുക ബിസി ഷെഡ്യൂളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഞാൻ നോൻപ് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ വീഡിയോ ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ അഡ്മിഷനൊക്കെ ക്ലോസ് ആവാനായി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പം അതിൻ്റേതായ കുറേ തിരക്കുകളുണ്ട്. ഇനി എന്തായാലും ഒരു 3 മന്ത്സ്, ഫസ്റ്റ് 3 മന്ത്സ് ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഡെയിലി വീഡിയോസൊക്കെ ഇടണമെന്ന്, പക്ഷേ പഠിക്കാൻ പോലും ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ 2-3 ദിവസം കൂടുമ്പോൾ കുറച്ച് ടൈം ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഈവൻ നമ്മുടെ റിലാക്സേഷൻ ടൈം ഉണ്ട് 1 to 4. ആ ഒരു സമയത്ത് പോലും നമുക്ക് റിലാക്സ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ആ സമയത്ത് പോലും നമ്മൾ വർക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോസൊന്നും ഇടാത്തത് കേട്ടോ. ഓക്കെ. പിന്നെ എല്ലാവരുടെയും പഠനമൊക്കെ എവിടം വരെ എത്തി, എങ്ങനെ പോകുന്നു? നമ്മുടെ എക്സാമൊക്കെ അടുക്കാനായി. സത്യം പറഞ്ഞാൽ കയ്യും കാലും വിറയൊക്കെ തുടങ്ങി. പഠിക്കാതിരിക്കുമ്പോൾ മനസ്സ് മുഴുവൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. വർക്ക് ചെയ്യുമ്പോഴും ഒരു എന്താ പറയുക, എന്തോ ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു സാധനം ചെയ്യാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വർക്ക് അതാണല്ലോ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണം. അപ്പം എന്തായാലും പഠിക്കാനിരിക്കുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയാണ് ആദ്യം നോക്കുന്നത്. ഇന്ത്യൻ പൊളിറ്റിയും അതുപോലെ നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ്സും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് സ്ഥിരം ചെയ്യാറുള്ളത് എൻ്റെ വാക്കിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ടൈം കിട്ടുന്നതിനനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് എനിക്കൊരു വർക്ക് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, കാരണം എൻ്റെ ബാച്ച് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാച്ച് ക്ലോസ് ആയ സമയത്ത് ഞാൻ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് ഫ്രീ ആയെന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും 2 കുട്ടികൾ വീണ്ടും GCC ബാച്ചിലോട്ടേക്ക് പോയത് കാരണം എനിക്ക് വീണ്ടും എൻ്റെ ബാച്ചിലോട്ടേക്ക് പുതിയ 2 കുട്ടികളും കൂടെ ആഡ് ആയി. അപ്പം കുറച്ച് വീണ്ടും തിരക്കായി. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത് ഞാനൊരു ദിവസം, അതായത് ഇപ്പം ഇത് ഏകദേശം നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിനുള്ളിൽ എങ്ങാനും എടുത്തതാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്. ഷീറ്റ് ഉണ്ട്, അതുപോലെ കുട്ടികളുടെ ബുക്സ് അയക്കാനുള്ള ഷീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് പാടന്നെ ഞാൻ ക്ലിയർ ചെയ്യും. അതിന് ശേഷമാണ് മീറ്റിംഗ് ഉണ്ടാവും 10 മണിക്ക്. അപ്പം മീറ്റിങ്ങും കൂടെ അറ്റൻഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഹെഡ് മെൻറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഹെഡ് മെൻറ്ററിൻ്റെ അണ്ടറിൽ നമ്മളായതുകൊണ്ട് അവരുടെ മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ ഇത്തവണ ഞാനാണ് മീറ്റിംഗ് നടത്തുന്നത്. സോ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ കണ്ടു മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുറച്ചുകൂടെ തിരക്കായി എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹെഡ് മെൻറ്റർ പോസ്റ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ ഭാഗത്തു നിന്നൊരു നെഗറ്റീവ് വരരുത് എന്നുള്ളത്, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഈവൻ മീറ്റിങ്ങിനുള്ള കാര്യങ്ങൾ പോലും ഞാൻ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് എൻ്റെ മെൻറ്റേഴ്സിനോട് സംസാരിക്കാറുള്ളതൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് ദിവസം എന്തായാലും ആ രീതിയിൽ തന്നെ പോകേണ്ടി വരും. പിന്നെ നമ്മളൊന്ന് എക്സ്പീരിയൻസ്ഡായി നമ്മൾ ആ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലൊന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഏതൊരു കാര്യം പുതിയതിലോട്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഈ ഒരു ഹെഡ് മെൻറ്റർ പോസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ മെൻറ്റേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു CV അയച്ചിട്ട് ആരും നോക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പം അവരോടൊക്കെ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഏകദേശം നമ്മുടെ ബാച്ച് ക്ലോസ് ആവുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചേക്കുവാണ്. ഇനിയുള്ള മെൻറ്റേഴ്സിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അഡ്മിഷന് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത മെൻറ്റേഴ്സിന് CV കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവർ സെലക്ട് ചെയ്യുന്നതും ഇൻ്റർവ്യൂ നടത്തുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു ലാഗാണ്. അപ്പോൾ നിങ്ങൾ അയച്ചു വെച്ചാലും എന്തില്ല, പ്രശ്നമല്ല. നമ്മൾ വേക്കൻസിക്ക് അനുസരിച്ച് എടുക്കും. ഓക്കെ. അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫ്രീ ആയതുകൊണ്ടാണ് ഞാനിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഞാനപ്പോൾ ഇന്ന് എൻ്റെ ഇന്ത്യൻ പൊളിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം സൈലത്തിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, ദെൻ സൈലത്തിൻ്റെ ക്ലാസ് കാണുക. നോട്ട്ബുക്ക് പൊളിറ്റിയുടേതായാലും
പൊളിറ്റിയുടേതായ എന്താണ് എൻ്റെ കയ്യിൽ ഏകദേശം ലക്ഷ്മികാന്തിൻ്റെ നോട്ട് കംപ്ലീറ്റ്ലി ഉണ്ട്. ദെൻ മലയാളത്തിലുള്ള നോട്ട്സ് 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് അങ്ങനെ എഴുതുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നോട്ട് ചെയ്ത് വെക്കുന്നു. അതല്ലാതെ ക്ലാസ് കാണുകയും ലക്ഷ്മികാന്ത് വായിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നോട്ട്ബുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് നോട്ട്ബുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു നോട്ട്ബുക്ക് ഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ പിന്നെ CA അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നോട്ട്ബുക്ക് ഫുള്ളുണ്ട്. ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ടാണ്. ലക്ഷ്മികാന്തിൻ്റെത് നമ്മുടെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആണ് കേട്ടോ. ദെൻ ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടായിരുന്നത്. ഞാൻ ഏത് രീതിയിൽ പഠിച്ചതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ തന്നെ നല്ല വൃത്തി നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. CA അതുമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട CAയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം കളക്ട് ചെയ്തിട്ട് നോട്ട്ബുക്കായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം CA എന്ന് പറയുന്നത് പുതിയ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളത് എത്ര നമ്മുടെ പഴയത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഏകദേശം 12-12:30 ആയപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. 12:30 ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. മക്കളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ അവർ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് രാവിലത്തെ ടൈം എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. എല്ലാ കാര്യങ്ങൾക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാനൊരു സമയത്ത് ഫ്രീ ആണ്. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഒരു 1 മണിയൊക്കെ ആവും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മൈദയും ആട്ടയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ദോശ പോലെ ഒരു സംഭവം മീൻ കറിയായിരുന്നു ഉണ്ടാക്കുന്നത്. ലഞ്ചിന് ഞാനിന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കന് വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്ന് പറഞ്ഞൂടാ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചോറും കറിയും ഉപ്പേരിയും ഇതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ. പെട്ടെന്ന് ആവുന്ന പോലെ തോന്നും. അപ്പോൾ സമയമില്ലാത്ത നേരത്തോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തൊക്കെ ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കഴിയും. ജസ്റ്റ് ചിക്കൻ പൊരിക്കുന്നു, മസാല ഉണ്ടാക്കുന്നു, ചോറ് അപ്പോഴേക്കും അടുത്ത അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി ചോറ് വെച്ച് ദമ്മിട്ട് കഴിഞ്ഞാൽ ബിരിയാണി റെഡി. എനിക്കെന്തോ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മടി പിടിക്കുന്ന സമയത്തും സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ദിവസങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബിരിയാണി പരിപാടിയാണ് പെട്ടെന്ന് തീർക്കുക കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കും. പക്ഷേ പല സമയങ്ങളിൽ രാത്രിത്തേക്ക് തികയാറില്ല. കാരണം മക്കളാണെങ്കിലും വിശക്കുമ്പോഴൊക്കെ എടുക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ ഇതന്നെയായിരിക്കും പിന്നെ എടുത്ത് കഴിക്കുക. അപ്പോൾ രാത്രിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തികയില്ല മിക്കവാറും. ചില ദിവസങ്ങളിൽ മസാല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ചുകൂടി അരി ഇട്ടിട്ട് ചോറാക്കി ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ബിരിയാണി ആക്കിയിട്ട് തന്നെ രാത്രിയും കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ബിരിയാണി കഥ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. മക്കൾ എഴുന്നേറ്റു, അവർ ചായയൊക്കെ കുടിച്ചു. തന്നെ അവരവരുടേതായ കളികളിലോട്ടൊക്കെ പോയി. കളിക്കാമെന്ന് പറയാൻ സൈക്കിൾ ഓടിച്ച് കളിക്കലും പിന്നെ ഏത് നേരം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ തന്നെയായിരിക്കും. ആദമാണെങ്കിൽ എഴുന്നേറ്റ് അങ്ങ് പോയാൽ പിന്നെ ഇടവഴി തന്നെ ആയിരിക്കും, സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. തുജാനും പാത്തു ആണെങ്കിൽ അവർ അധിക സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ തന്നെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. തുജാൻ കുറേ ആസ്ട്രോണറ്റ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പാത്തൂസ് കുറേ നമ്മുടെ കൊറിയൻ സീരീസോ അങ്ങനെ എന്തൊക്കെയോ ഇരുന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ പലപ്പോഴും പാത്തുവിനോട് പറയലുണ്ട്, ഇങ്ങനെ ഇത് മാത്രം കണ്ടിരിക്കരുത്, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളും കൂടെ കാണാൻ പറഞ്ഞാൽ അവൾക്ക് പിന്നെ അത് എങ്ങനെയാണ് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. തുജ പിന്നെ അങ്ങനെയല്ല, അവളുടെ ആഗ്രഹം ആസ്ട്രോണറ്റ് ആവുക എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ മാക്സിമം കണ്ട് ഉപയോഗിക്കാനൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, പിന്നെ പാത്തുവിൻ്റേതായാലും പ്രായം അങ്ങനെ അവൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യാനുള്ളൊരു ടൈം ആയി തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അവരുദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടികളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഞാൻ മലയാളം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മലയാളത്തിലോട്ട് ഇരുന്നു. അപ്പോൾ മലയാളം ഇന്ന് എനിക്ക് 2 ടോപ്പിക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ട് സ്പീഡിലാണ് സൈലത്തിൻ്റെ ക്ലാസ് കാണുന്നതും, അതുപോലെ സൈലത്തിൻ്റെ ക്ലാസ് കാണുന്നു, നോട്ട് എഴുതുന്നു. പിന്നെ മലയാളത്തിൽ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കുറേ
പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറേ മലയാളം സംഭവങ്ങളുണ്ട്. ഏതൊക്കെയോ റാങ്ക് ഫയലിൻ്റെയും പിന്നെ CRTന്ന് എടുത്ത കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. ഇപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ നോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മലയാളം കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈവനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയെന്ന് പറയുന്നത് ഇതാണ്. കുട്ടികളായിട്ട് വീഡിയോ കോൾ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, അവർക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കുക, അവരുടെ ഫാമിലിയായിട്ട് സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ രാത്രി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി അവർ വീഡിയോ കോളൊക്കെ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് വൃത്തിയിലൊക്കെ അവരാദ്യമായിട്ട് എന്നെ കാണുകയാണ്. കാരണം നമ്മുടെ പുതിയ കുട്ടികളാണല്ലോ, അപ്പോൾ അവരുടെ ഫാമിലി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അപ്പിയറൻസ് വൃത്തിയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വൃത്തിയായി ഭംഗിയായി നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് കോൾ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞാൻ കോളൊക്കെ ചെയ്തു. ദിവസം 2 കുട്ടികളെയാണ് വിളിക്കുക. പിന്നെ ജസ്റ്റ് നമ്മുടെ നോർമൽ കോള് ഒരു 3-4 കുട്ടികളെ വിളിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഫോളോ അപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഡെയിലിയുള്ള ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളെ നോക്കിയിട്ട് അവരെ വിളിച്ച്, അപ്പം ഇതൊക്കെയാണ് ഒരു ഉച്ചയ്ക്ക് നമ്മൾ 4 മണി വരെ എന്നുള്ളൊരു ഫ്രീ ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികൾ ഇതൊക്കെയാണ്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാരൻസിനെയും കുട്ടികളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കോൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ മാക്സിമം നമ്മൾ അവരായിട്ട് അടുക്കും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-10:30 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ ഒരു സമയം കിട്ടി കഴിഞ്ഞാൽ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. 9-9:30 മാക്സിമം. പിന്നെ ഒരു 1 അവർ കൂടെ ഷെഫൊക്കെ വീട്ടിലെത്താൻ 10-11 മണിയൊക്കെ ആവും, 12 മണി 11 മണിയൊക്കെ ആവും. അപ്പോൾ ഒരു 1 അവർ കൂടെ ഞാൻ പഠിക്കാനിരുന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കും. ഷെഫൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. ദെൻ നമ്മൾ ഉറങ്ങും. അങ്ങനെയാണ് റുട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ചെറിയ ചേഞ്ചസൊക്കെ വരും. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് മലയാളം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു. മലയാളം ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പഠിത്തമൊക്കെ നിർത്താൻ പോവുകയാണ്. 11 മണിയാവാനായിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കിടക്കും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബിരിയാണി തന്നെയാണ് കേട്ടോ. എനിക്ക് ബിരിയാണിയിലുള്ള ഈ നട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം കൂടുതൽ വാങ്ങിയിട്ടിടുന്നൊരു സാധനം എന്ന് പറയുന്നത് നട്ട്സാണ്. അപ്പം ഇനി ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ ബൈ.